ജയസൂര്യ നായകനായി എത്തിയ ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗമായിട്ടുള്ള ആട് 3യുടെ ഷൂട്ടിംഗ് പാലക്കാട് വെച്ച് തുടങ്ങുകയുണ്ടായി. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാട് വെച്ച് ആരംഭിച്ചത്. ഇപ്പോൾ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയസൂര്യയുടെ കരിയർ ബെസ്റ്റ് സിനിമയായിട്ടുള്ള ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആട് എന്ന സിനിമ യുവാക്കൾക്കിടയിൽ ഒരുപാട് ഹരം കൊള്ളിച്ച ഒരു സിനിമ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ജയസൂര്യയുടെ ഒരുപാട് സിനിമകൾ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് കൂട്ടത്തിൽ എടുത്തു പറയപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് ആട് എന്ന സിനിമ. വിജയ് ബാബു ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നുമല്ല. നല്ല രീതിയിൽ തന്നെ ആ യുവാക്കൾക്കിടയിൽ ഹരം കൊള്ളിച്ച അല്ലെങ്കിൽ ആഘോഷമാക്കിയ ഒരു സിനിമ തന്നെയാണ് ഷാജിപ്പാപ്പനും പിള്ളേരും ഉണ്ടാക്കിയ ഓളം. കേരളത്തിൽ വലിയൊരു ആരാധക ശൃംഖല ഉണ്ടാക്കുവാൻ ജയസൂര്യയ്ക്ക് ഈ ഒരു സിനിമ കൊണ്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമയിൽ ഒട്ടേറെ ക്യാരക്ടറുകളുണ്ട്. ഓരോ ക്യാരക്ടറുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രോകളും അതിനനുസരിച്ചുള്ള BGM കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അറക്കൽ അബു ആയാലും സാധൻ സേവിയർ ആയാലും ഡ്യൂഡ് ആയാലും ഷാജിപ്പാപ്പനായാലും അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾക്കും നല്ല നല്ല രീതിയിൽ ക്യാരക്ടർ ബിൽഡപ്പ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ജനങ്ങൾക്കിടയിൽ ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുവാനുള്ള കാരണം. ഷാജിപ്പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. ജയസൂര്യയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ആട് എന്ന സിനിമയുടെ ഷാജിപ്പാപ്പൻ എന്നുള്ള കഥാപാത്രം. അത് ആരും മറക്കുകയില്ല. ചെറിയ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാണ് ആ ഒരു ഷാജിപ്പാപ്പൻ എന്ന കഥാപാത്രം. എന്തായാലും ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാവരും ബിഗ് സ്ക്രീനിൽ കാണുവാനും വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. അതുമാത്രമല്ല, ഇതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ജയസൂര്യയുടെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് വേറൊന്നുമല്ല, കത്തനാർ എന്ന സിനിമയാണ്. താൻ 3 വർഷത്തോളം മലയാളത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം തയ്യാറെടുത്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് എടുത്തൊരു സിനിമയാണ് കത്തനാർ. എന്തായാലും അത് വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു.